നമ്മൾ ആദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് CBSE സ്റ്റുഡൻസിൻ്റെ 10th ക്ലാസ്സിൻ്റെ ഇൻട്രഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്നുള്ള ലെസണാണ്. ഇൻട്രഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് അറിയുന്ന ഇത്തിരി കാര്യങ്ങളുണ്ട്, ബേസിക് കാര്യങ്ങളുണ്ട്. ഒരു ട്രിഗ്നോമെട്രി ഫങ്ഷൻസ് എന്താണെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അപ്പോൾ ആ ബേസിക് കാര്യങ്ങളാണ് ആദ്യം നമ്മൾ ഇതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അതിന് ഏറ്റവും മുന്നേ നമ്മൾ അറിയേണ്ടത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ പറ്റിയിട്ടാണ്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താ, എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. ABC എന്നൊരു ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ആംഗിൾ B എന്ന് പറയുന്നത് എന്താ, 90 ഡിഗ്രി. അതുപോലെ അതിന് 3 സൈഡാണ് ഒരു ട്രയാങ്കിളിനുള്ളത്. അതിലത്തെ താഴത്തെ വരുന്ന AB എന്ന് പറയുന്നതിന് ബേസ് എന്നും, BC എന്ന് പറയുന്നതിന് പെർപെൻഡിക്കുലർ ലൈൻ എന്നും, AC എന്ന് പറയുന്നതിന് ഹൈപ്പോട്ടനസ് എന്നുമാണ് പറയുന്നത്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഇതാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ റേഷ്യോസ് കണ്ടുപിടിക്കുന്നത്. അതിൽ ആംഗിൾ B 90 ആണെന്ന് പറഞ്ഞു. അപ്പോൾ Aയും Cയും എന്തായാലും എന്ത് വരാം, വേണമെങ്കിൽ 45 വരാം, 45 വരാം അല്ലേ. അപ്പോൾ എന്താ, ഇത് എക്യൂട്ട് ആംഗിളുകളായിരിക്കും. ഒരിക്കലും 90 എബോവ് വരില്ല. കാരണം നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക, 180 ഡിഗ്രിയാണ് വരിക. അപ്പോൾ Aയും Cയും എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും 90യെക്കാട്ടും ലെസ് ആയിരിക്കും. അപ്പോൾ അതാണ് എക്യൂട്ട് ആംഗിൾ. Aയും Cയും എന്താണ്, എക്യൂട്ട് ആംഗിൾ ആയിരിക്കും. നമ്മൾ ആംഗിൾ എനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ പറയുന്നത് നമുക്ക് 3 ട്രിഗ്നോമെട്രിക് ബേസിക് റേഷ്യോസാണുള്ളത്. ഏതൊക്കെയാണ്, സൈൻ തീറ്റ, കോസ് തീറ്റ ആൻഡ് ടാൻ തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ A എന്ന് പറയുന്ന ആംഗിളിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തൊക്കെ എന്താണ്, തീറ്റ എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ആംഗിൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. മെയിനായിട്ട് വരുന്നത് സൈൻ, കോസ്, ടാൻ. ഓക്കെ, സൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും സമയങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഉദ്ദേശിച്ചത് എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഈ ഒരു ആംഗിളിനെ സംബന്ധിച്ച് ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ, ഇത് ബേസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാ, ഇത് BC എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈപ്പോട്ടനസ് എല്ലായ്പ്പോഴും ഏത് തന്നെയാണ്, ലെങ്ത്ത് കൂടിയതാണ് ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് ആണ് ഏറ്റവും ലെങ്ത്ത് കൂടിയത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ. അപ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ, BC ബൈ AC. കണ്ട, BC ബൈ AC. അപ്പോൾ ഇതാണ് സൈൻ തീറ്റ. സൈൻ തീറ്റ നമുക്ക് ഇങ്ങനെ എഴുതാം, SINE എന്നും കൂടി എഴുതാം, സൈൻ തീറ്റ. മനസ്സിലായില്ലേ എന്താ സൈൻ തീറ്റ എന്ന്. അതുപോലെ അടുത്തത് തീറ്റ തന്നെ, ആംഗിൾ തന്നെ എടുക്കണു, കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഈ ആംഗിൾ എനെ സംബന്ധിച്ച് അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്, ബേസ് അല്ലേ, ഹൈപ്പോട്ടനസ് ഇത് തന്നെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, AB ബൈ AC. AB ബൈ AC. ഈ കോസ് തീറ്റേനെ പറയുന്ന വേറൊരു പേരാണ് കൊസൈൻ തീറ്റ. കോസിന് കൊസൈൻ തീറ്റ. മനസ്സിലായല്ലോ. അടുത്തത് ടാൻ തീറ്റ. ഇതിനെ സംബന്ധിച്ച് നമ്മൾ വീണ്ടും പറയുന്നു, ടാൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് ഏതാണ്, BC. BC ബൈ AB. BC ബൈ AB. ടാൻ തീറ്റയുടെ മറ്റൊരു പേരാണ് എന്ത്, ടാൻജൻറ്റ് തീറ്റ. ടാൻജൻറ്റ് തീറ്റ. അപ്പോൾ ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോയുടെ ബേസിക് റേഷ്യോ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ. അപ്പോൾ ഒരു ഏതൊക്കെയാണ് വേണ്ടത്, അഡ്ജസൻറ്റ് സൈഡ് വേണം, ഓപ്പോസിറ്റ് സൈഡ് വേണം, ഹൈപ്പോട്ടന്യൂസ് വേണം. ഈ 3 ആംഗിളും നമ്മൾ കാണാപ്പാടം പഠിക്കുക തന്നെ വേണം. എന്നാലും നമുക്കത് ഓരോ പ്രോബ്ലം ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 ബേസിക് ഫംഗ്ഷൻ ഇൻ ട്രിഗ്നോമെട്രി ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, സൈൻ, കൊസൈൻ, ടാൻജൻറ്റ്. അതായത് ഏതൊക്കെയാണ്, സൈൻ, കൊസൈൻ, ടാൻജൻറ്റ്. അത് തന്നെയാണ് ഇത് സൈൻ, കോസ്, ടാൻ. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഈ 3 റേഷ്യോ കിട്ടി, നമുക്ക് അതിൽ നിന്ന് തന്നെ വേറെ റേഷ്യോകൾ ഉണ്ടാക്കാം. ഏതൊക്കെയാണ്, സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ, 1 കൊസിക് തീറ്റ. കൊസിക് തീറ്റ ഈക്വൽ ടു 1 സൈൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റയും കൊസിക് തീറ്റയും തമ്മിൽ എന്താണ്, റെസിപ്രോക്കലാണ്. 1 ഇടാന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഇതിൻ്റെ റെസിപ്രോക്കലാണ് ഇത്, ഇതിൻ്റെ റെസിപ്രോക്കലാണ് ഇത്. മനസ്സിലായില്ലേ. അപ്പോൾ ഈ കൊസീക്കിനെ ശരിക്കും പറയുന്ന പേര് കൊസീക്കൻ തീറ്റ. അതുപോലെ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 1 സീക് തീറ്റയാണ് കോസ് തീറ്റ. അതുപോലെ സീക് തീറ്റ എന്ന് വെച്ചാൽ എന്താ, 1 കോസ് തീറ്റ. അപ്പോൾ ആരൊക്കെ തമ്മിൽ റെസിപ്രോക്കൽ വരിക, കോസ് തീറ്റയും സീക് തീറ്റയും തമ്മിൽ റെസിപ്രോക്കൽ കണക്ഷനാണ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് സീക്കൻ തീറ്റ.
സീക്കിനെ പറയുന്ന പേരെന്താണ്? സീക്കൻ തീറ്റ. അതുപോലെ ടാനിൻ്റെ റെസിപ്രോക്കൽ വരുന്നത് 1/കോട്ട് ഈക്വൽ ടു ടാൻ തീറ്റ. കോട്ട് തീറ്റ എന്ന് വെച്ചാൽ എന്താ? 1/ടാൻ തീറ്റ. ഈ കോട്ടിന് പറയുന്ന ശരിക്കുള്ള പേര് കോടാൻജൻ തീറ്റ. കോടാൻജൻ തീറ്റ. അപ്പോൾ ഇതൊക്കെ എന്താണ്? റെസിപ്രോക്കൽ ഓഫ് സൈൻ കോസ് ടാൻ. സൈൻ്റെ റെസിപ്രോക്കലാണ് ഇത് കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക് തീറ്റ, ടാൻ തീറ്റയുടെ റെസിപ്രോക്കലാണ് കോട്ട് തീറ്റ. മനസ്സിലായില്ലേ? ബേസിക് 3 ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോ. അവരുടെ റെസിപ്രോക്കലാണ് ഈ പറഞ്ഞ ഇത്. ഇതാണ് നമുക്ക് ബേസിക് ആയിട്ടൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ നമുക്ക് അറിയാനുള്ളതും പഠിക്കാനുള്ളതും. ഇതെല്ലാവരും കാണാപ്പാഠം പഠിക്കുക തന്നെ വേണം. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി നമുക്ക് ഈ സൈനും കോസും വെച്ചിട്ട് ടാൻ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ കോസും സൈനും വെച്ച് കോട്ടും നമുക്ക് ചെയ്യാം. ടാൻ തീറ്റ എന്ന് പറയുന്ന സൈനും കോസും ചേർത്തൊരു ഇക്വേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഏതാണ്? സൈൻ ബൈ കോസ് തീറ്റ. കോട്ട് എന്ന് വെച്ചാൽ എന്താ? കോസ് ബൈ സൈൻ. അത് നമുക്ക് എളുപ്പം ഓർമ്മിക്കാനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ചാൽ കോട്ട് എന്ന് വെച്ചാൽ ആദ്യം വരുന്നത് കോസ്, കോട്ട് എന്ന് വെച്ചാൽ ആദ്യം വരുന്നത് കോസ് ബൈ സൈൻ, ടാൻ എന്ന് വെച്ചാൽ ആദ്യം വരുന്നത് സൈൻ ബൈ കോസ്. ഇനി നമുക്കിവിടെ വേറെ ഇത്തിരി ഇക്വേഷൻ ഉണ്ട്. മറ്റേ നമ്മൾ റേഷ്യോകളാണ് പഠിച്ചത്. ഇനി നമുക്കൊരു 3 ഇക്വേഷൻ ബേസിക്കായിട്ട് പഠിക്കണം. അതിൽ നിന്ന് നമുക്ക് വേറെ കുറേ ഇക്വേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് ഇത് കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ഈക്വൽ ടു 1. അതൊരു ഇക്വേഷൻ നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കണം. ഇതിൽ നമുക്ക് വേറെ 3-4 ഇക്വേഷൻസ് ഉണ്ടാക്കാം. കാണിച്ചു തരാം. കോസ് സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ഈക്വൽ ടു 1. അത് നമുക്ക് അറിയണം, പഠിക്കേണ്ടതായത് ഇക്വേഷൻ. ഇതിൽ നമുക്ക് വീണ്ടും എന്താ? കോസ് സ്ക്വയർ ഈക്വൽ ടു കണ്ടുപിടിക്കണം. കോസ് സ്ക്വയർ എന്താണ്? കോസ് സ്ക്വയർ ഈക്വൽ ടു കോസ് സ്ക്വയറിന് ഇവിടെ നിർത്താം. പിന്നെ ഇവിടെ ആരുള്ളത്? പ്ലസ് സൈൻ സ്ക്വയർ ഇല്ലേ? അത് നമുക്ക് ഈക്വൽ ടു അവിടെ കിടന്നോട്ടെ, 1 അവിടെ കിടന്നോട്ടെ, 1ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എന്താ? കോസ് സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ. എന്താ? കോസ് സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ. ഇനിയിപ്പോൾ സൈൻ സ്ക്വയർ ആണെങ്കിലോ സൈൻ സ്ക്വയർ ഈക്വൽ ടു ഇത് ഒന്നും സൈനൊന്നും ഇട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്ലസ് കോസ് സ്ക്വയർ എന്നല്ലേ? ഇതിന് നമ്മൾ 1ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്തായി? സൈൻ സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് കോസ് സ്ക്വയറിൻ്റെ നമുക്ക് സ്ക്വയർ ഇല്ലാത്ത രൂപം കാണണമെങ്കിൽ ഇതിന് സ്ക്വയർ റൂട്ട് ഇട്ട് കൊടുത്താൽ മതി അല്ലേ? എന്താ? കോസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ. ഇതങ്ങനെ തന്നെ റൂട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ സൈൻ സ്ക്വയർ ഇതാണെങ്കിൽ സൈൻ എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ. മനസ്സിലായല്ലോ? ഇനി നമ്മൾ പറഞ്ഞു ടാനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞു? സൈൻ ബൈ കോസ് വെച്ച് എഴുതാമെന്ന് പറഞ്ഞു. ഇനി അവർ പറയുന്നത് ടാൻ നമ്മൾ സൈൻ മാത്രം സൈൻ്റെ ടേംസ് മാത്രം യൂസ് ചെയ്ത് എഴുതാൻ. നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ളത് സൈൻ ബൈ കോസാണ്, ടാൻ എന്നാണ് നമുക്കറിയണത്. ടാൻ എന്ന് പറഞ്ഞാൽ പക്ഷേ സൈൻ മാത്രം യൂസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ കോസിനെ മാറ്റണം. അതല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി കോസ് എന്താണെന്ന് സൈൻ്റെ ടേമിൽ കണ്ടുവച്ചിട്ടുണ്ട്. കോസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ എന്ന് കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് അപ്ലൈ ചെയ്താൽ മതിയല്ലോ? ടാൻ എ ഈക്വൽ ടു സൈൻ എ ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചാൽ നമുക്ക് അതിൽ നിന്ന് വേറെ കുറേ ഇക്വേഷൻസ് ഉണ്ടാക്കാം. ഇതാണ് കോമൺ ആയിട്ടുള്ളൊരു ഇക്വേഷൻ. അതുപോലെ വേറൊരു ഇക്വേഷനാണ് ഇത് 6 സ്ക്വയർ എ മൈനസ് 10 സ്ക്വയർ എ ഈക്വൽ ടു 1. അപ്പോൾ നമ്മളത് ഓർക്കാനൊരു എളുപ്പവഴി സിക് 10 എന്ന് ഓർക്കുക. സിക് 10 എന്ന് ഓർക്കുക. മൈനസ് ആണ് വരിക. ഇവിടെ നമുക്ക് പ്ലസ് ആണ് സൈൻ വന്നത്. ഇവിടെ നമുക്ക് മൈനസ് ഉള്ളതായിട്ടാണ് സിക് 10 എന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് 6 സ്ക്വയർ കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ മൈനസ് 10 സ്ക്വയർ ആണ്. അത് 1ൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറി? പ്ലസ് ആയി. അപ്പോൾ 1 പ്ലസ് 10 സ്ക്വയർ. ഇനി നമുക്ക് 10 സ്ക്വയർ ആക്കുകയാണെങ്കിലോ മൈനസ് ആണ് ഓൾറെഡി. ഈ മൈനസ് സൈനെ നേരെ അങ്ങോട്ട് മാറ്റിയാൽ മതി. മൈനസ് 10 സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ എന്തായി? 10 സ്ക്വയർ മാറി. 1 ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി? മൈനസ് 1. അപ്പോൾ എന്താ? 6 സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 10 സ്ക്വയർ. ഇനി നമുക്ക് ഇതിൻ്റെ സ്ക്വയർ ഇല്ലാത്ത രൂപം കണ്ടുകൂടെ? അതിൽ എഴുതിയിട്ടില്ല. സി കെ എന്ന് വെച്ചാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 10 സ്ക്വയർ. പിന്നെ അതുപോലെ ടാൻ എ എന്ന് വെച്ചാൽ എന്താണ്? സീക്ക് മോഡൽ എഴുതുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 6 സ്ക്വയർ മൈനസ് 1. ഓക്കെ. ഇനി അതുപോലെയുള്ള വേറൊരു ഇക്വേഷനാണിത് കോസിക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ ഈക്വൽ ടു 1. അതായത് നമുക്ക് ഇക്വേഷൻ നോക്കാം. കൊസീക്കും കോട്ടും ചേർന്നതാണ്, മൈനസ് ആണ് വരുന്നത്. കൊസീക് സ്ക്വയർ മൈനസ് കോട്ട് സ്ക്വയർ ഈക്വൽ ടു 1. കൊസീക് സ്ക്വയർ മൈനസ് 1 നമുക്ക് കോട്ടിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. മൈനസ് കോട്ട് എന്നുള്ളത് പ്ലസ് കോട്ടായി. അപ്പോൾ എന്താണ്? കൊസീക് സ്ക്വയർ 1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്താ? 1 പ്ലസ് ആയിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ മൈനസ് ആയി. കൊസീക് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു കോട്ട് സ്ക്വയർ. ഇനി കൊസീക് സ്ക്വയർ ആണെങ്കിലോ കൊസീക് സ്ക്വയർ ഈക്വൽ ടു മൈനസ് കോട്ടിന് 1ൻ്റെ അടുത്ത് കൊണ്ടുപോകാം. 1 പ്ലസ് കോട്ട് സ്ക്വയർ. ഇനി നമുക്ക് കോട്ട് എ സ്ക്വയർ ഇല്ലാണ്ട് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് കൊസീക് സ്ക്വയർ മൈനസ് 1. കൊസീക് സ്ക്വയർ ഇതില്ലാണ്ട് കാണണമെങ്കിൽ റൂട്ട് വെച്ചാൽ നമുക്ക് സ്ക്വയർ ഇല്ലാണ്ട് കാണാം. റൂട്ട് ഓഫ് 1 പ്ലസ് കോട്ട് സ്ക്വയർ.
മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻസും റേഷ്യോസും. ഓക്കെ.